വെൽക്കം ടു മോട്ടോറിസം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കുറച്ച് ഡിലേ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പുതിയ കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾ പരിചയപ്പെടുത്താനാണ് ഞാനൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഗ്രാൻഡ് വിത്താര വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർച്യൂണർ ന്യൂ ഷേപ്പ് 2017 68,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൊരു വണ്ടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു GX 2021 2.4 ഓട്ടോമാറ്റിക് വാഹനം എത്തിയിട്ടുണ്ട്. ഒരു G മാനുവൽ 2018 മോഡൽ വാഹനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെ വിശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നമ്മൾ ഈ വീഡിയോയിൽ വാഹനങ്ങളുടെ മൊത്തം ഡീറ്റെയിൽസും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചിട്ട് എന്നെ കിട്ടാണ്ട് പരാതി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് കസ്റ്റമർക്ക് വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇവിടെ രണ്ടാളുണ്ട്. ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അഫ്സൽ വാ. ആരാണ് അഫ്സൽ? അവിടെ നാസർക്കാന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തെടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരായി പറഞ്ഞോളാം. ശേഷം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് കീഴ്ശ്ശേരി സെക്കൻഡ് സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ മോട്ടോറിസം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അവൈലബിൾ ആവും. അപ്പോൾ അഫ്സൽ നമുക്ക് ഫസ്റ്റ് ഈ വാഹനം തന്നെ പരിചയപ്പെടുത്താം അല്ലേ. ഗ്രാൻഡ് വിത്താറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പ് എടുക്കണ 51,000 കിലോമീറ്ററോടെ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്നത്? സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, പിന്നെ വരുന്നുണ്ട് സൺറൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അല്ലേ, മിറർ ഫോൾഡിങ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് അല്ലേ. വണ്ടി ഇതൊരു പ്രീമിയം സെഗ്മെന്റ് കാറാണ് മാരുതിൻ്റെ അല്ലേ. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 24 ലക്ഷം റുപ്യ പുതിയതിന് വരുന്നുണ്ട് അല്ലേ. ഈ ഒരു വാഹനം നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുത്താലോ? മാർക്കറ്റിൽ വളരെ റയർ പീസാണ് ഗ്രാൻഡ് വിത്താര. അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉള്ള വാഹനമാണ്. എന്താ നമ്മൾ കൊടുക്കേണ്ടത്? എത്ര റേറ്റ് കൊടുക്കാം? ഒരു 18 രൂപക്ക് ക്ലോസ് ചെയ്യും. 18,000 കൊടുത്തോളാം. 18,000 നമ്മൾ ഇൻഷാല്ലാ ഈ വാഹനം ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ ഇടുന്ന വാഹനങ്ങളൊക്കെ ഫാസ്റ്റ് സെല്ലിംഗ് ആണ് ഉണ്ടാവാറ് സാധാരണ. ഇപ്പോൾ നമ്മൾ 2 ഫോർച്യൂണർ കഴിഞ്ഞ വീഡിയോയിലിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഫോർച്യൂണർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ പെട്ടെന്ന് വിളിച്ച് കോൺടാക്ട് ആക്കിയോളി. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്, ഫുൾ കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള അത്യാവശ്യം ഷോറൂം കണ്ടീഷനിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ക്രാച്ച് പോലും വാഹനത്തില്ല. ഈ ഒരു വാഹനം ആവശ്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പർ വിളിച്ചോളി. അടുത്ത നമുക്ക് 2015 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ 68,000 കിലോമീറ്റർ വണ്ടിയാണ്. 4x2 ഓട്ടോമാറ്റിക്. ഓക്കെ, 4x2 ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. ഒരു 68,000 കിലോമീറ്റർ മാത്രം. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി അല്ലേ. റീപ്ലേസ്മെന്റ് എന്തുണ്ട്? മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. പറയുന്നതാണ്, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അറിയണവർക്ക് അറിയും ചെയ്യാം. മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഒരു അവിടുത്തെ ഒരു അപാകതമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനില്ല. വണ്ടിന്റെ ഇൻസൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതിന്റെ ഒരു നീറ്റ്നെസ് കണ്ടാൽ സീറ്റ് കവർ ആണെങ്കിലും അതിന്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ആണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും ഒക്കെ ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ലാതെ അത്രയും ക്വാളിറ്റി തന്നെ വണ്ടി നിലനിൽക്കുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ ഒരു വണ്ടിൻ്റെ ഓട്ടം ജെന്യൂൻ ആണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹിസ്റ്ററി അവൈലബിൾ ആണ്, പേടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. വണ്ടിൻ്റെ ടയറിൻ്റെ ഒക്കെ കണ്ടീഷൻ എന്താ? ഒരു ആവറേജ് 70%. ഫ്രണ്ട് 80% ഉണ്ട്, ബാക്കിൽ 70% ഉള്ളൂ. എന്നാലും അത്യാവശ്യം ഒരു 10,20,000 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. ഇൻഷുറൻസ് എക്സ്പയർ ആണ്. പുതിയ ഇൻഷുറൻസോട് കൂടിയായിരിക്കും റേറ്റ് പറയാം. ഈ ഒരു വാഹനം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. നല്ലൊരു ക്വാളിറ്റി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഫോർച്യൂണറാണ്. 2017 മോഡൽ. ഒരു നല്ല വാഹനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വാഹനം സെലക്ട് ചെയ്യുക. 68,000 കിലോമീറ്റർ ജെന്യൂൻ ഹിസ്റ്ററിയാണ്. ഈ ഒരു വാഹനത്തിന് 22,30 ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചെറിയ വ്യത്യാസം വരുത്താം അല്ലേ, ചെറിയ മാറ്റം വരുത്തി കൂടെ. ജെന്യൂൻ പാർട്ടി ആണെങ്കിൽ നമുക്ക് ചെറിയ മാറ്റം വരുത്താം. ഇത് GX ഓട്ടോമാറ്റിക്. ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2020-21 മോഡലാണ്. 20 മാനുഫാക്ചറിങ്, 21 ചെയ്തുകൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ്. നോ റീപ്ലേസ്മെന്റ് ആണ്. 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററി. ടയർ 4 അത്യാവശ്യം പുതിയ ടയർ, ഒരു 90% ഉണ്ട്. ഇൻഷുറൻസ് എക്സ്പയർ ആണ്. നമ്മൾ എടുക്കുന്നത് പുതിയ ഇൻഷുറൻസോടെ കൂടി കൊടുക്കും. ഓക്കെ. ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പൊന്നാനിയുള്ള ഒരാളാണ് ഇതിന്റെ സിംഗിൾ ഓണർഷിപ്പ്. അയാൾ മുംബൈയിൽ എന്തോ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അല്ലേ. അയാൾ തന്നെയാണ് ഇതിന്റെ സിംഗിൾ ഓണർഷിപ്പ്. അതായത് കേരള വണ്ടിന്റെ സെയിം ക്വാളിറ്റി ഉണ്ട് ഈ വാഹനം. അഫ്സലേ, ഇതിന്റെ എത്ര സർവീസാണ് കേരളത്തിൽ നിന്ന് ചെയ്ത്? ഒരു 70% കേരളത്തിൽ നിന്നാണ്. മലപ്പുറം കാലിക്കറ്റ് ഏരിയ നിന്നാണ്. തിരൂര് കാലിക്കറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ.
പൊന്നാനിയാണ് ഇതിന്റെ ആർച്ചോണിന്റെ ലൊക്കേഷൻ കൊടുക്കുന്നത്. വണ്ടി അത്യാവശ്യം നീറ്റ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 2.4 ആണ്. എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത്? ഒരു 15 ഓൺ റോഡിൽ കാണിക്കുന്നുണ്ട്. 15 കിലോമീറ്റർ മൈലേജ് ഓൺ റോഡ്. ഈ ലോക്കൽ റോഡിൽ 15 കിലോമീറ്റർ ഒക്കെ കിട്ടേണ്ടതാണ് അല്ലേ? അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. പുള്ളിങ് കാര്യങ്ങൾ കുറവൊന്നുമില്ല. അത്യാവശ്യം GX ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് അഡീഷണൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല വണ്ടിയിൽ. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. LCD ബാക്ക് ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8 സീറ്റർ ആണ് വണ്ടി അല്ലേ? വാഹനം 8 സീറ്റർ ആണ്. അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി. ഷോറൂം കണ്ടീഷനിൽ ഉണ്ട്. കൂടുതൽ ടച്ചപ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ചെറിയ പമ്പർ അവിടെയും ഇവിടെ ചെറിയ ടച്ചപ്പും കാര്യങ്ങളും വണ്ടിയുമ്പോൾ കയറിയിട്ടുള്ളൂ അല്ലേ? റീപെയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഈ ഒരു വാഹനം നമുക്ക് എത്ര കൊടുക്കാം? നമുക്കൊരു 1680 ഇവിടെ ക്ലോസ് ചെയ്യാം. 1680 ക്ലോസ് ചെയ്യാം അല്ലേ? ടാക്സ് എത്ര വരുന്നത് ഏകദേശം? ടാക്സ് ഒരു 3-3.25 റുപ്യ. 3-3.25 റുപ്യ മാക്സിമം. അത് ബോംബെയിൽ അഡ്രസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ബോംബെക്ക് രജിസ്ട്രേഷൻ പോലെ പേരിലേക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ 10-15,000 റുപ്യാണ് പരിപാടി ചെയ്യും. അഡ്രസ് ഉള്ള ആൾക്കാർ. ഇല്ലാത്ത ആൾക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പം ഈ ഒരു വാഹനം നമുക്ക് 1680 NOC ക്ലോസ് ചെയ്യാം. അടുത്തത് വരുന്നത് ഒരു അൾട്ടീസ് ആണ് അല്ലേ? അൾട്ടീസ് എങ്ങനെ മോഡല്? ഇതിന് പോളിഷും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. വണ്ടി ചെറിയ ടച്ചപ്പ് കഴിഞ്ഞോടെ നിർത്തിയാണ്. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എടുക്കണ 1.55 ജെനുവിൻ ഹിസ്റ്ററി ആണ്. ഇതിന് ജി ആണോ ജി അല്ലേ? ജി ആണ് ഓപ്ഷൻ വരുന്നത്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് പിന്നെ ഡൽഹി വണ്ടി നമുക്ക് നോക്കണ്ട. വണ്ടി ടയർ ഒരു 80% അല്ല, അബോ 80% ഉണ്ട്. പുതിയ ടയർ തന്നെ പറയാം. 4 ടയർ. മെക്കാനിക് എഞ്ചിനും മെക്കാനിക്കൊക്കെ ഏകദേശം ഓക്കെയാണ് അല്ലേ? വണ്ടി അല്ലേ? അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് എത്ര കൊടുക്കാം? ഒരു പാർട്ടിയുടെ 6.25 ക്ലോസ് ചെയ്യാം. NOC. ഓക്കെ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ക്രിസ്റ്റ ജി ഓട്ടോമാറ്റിക് ആണ്. ജി മാനുവൽ ആണ്. 2018 1,59,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനം. ഈ ഒരു വാഹനം നോ റീപ്ലേസ്മെന്റ് ആണ്, നോ ആക്സിഡന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നതില്ലേ? ഇത് നമ്മൾ നമ്പർ ആക്കിയിട്ടല്ലേ ഈ വണ്ടി കൊടുക്കുന്നത്? ഓൾറെഡി നമ്മൾ NOC അപ്ലൈ ചെയ്തു അല്ലേ? ഇത് ഈ ഒരു വാഹനം മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനമാണ്. ഓൾറെഡി വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. ഈ ഒരു സീറ്റ് കവറിന്റെ ഈ ഒരു പോർഷൻ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇത് നമ്മൾ റെഡി ആക്കിയിട്ട് തന്നെയാണ് വാഹനം കൊടുത്ത് വന്നിട്ടേ ഉള്ളൂ. ഒരു വാഹനത്തിൽ നമ്മൾ 1 രൂപയുടെ പണി എടുത്തിട്ടില്ല. വന്ന അതേ കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഈ ഒരു വാഹനം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ബാക്കിലെ ബമ്പർ ഒന്ന് ടച്ചപ്പ് ചെയ്യാണ്ട് ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട് വേറെ ഒരു വർക്കും വാഹനത്തില്ല. അപ്പം മാനുവൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം നമ്പർ ആക്കിയ വാഹനം നമുക്ക് ഇതൊരു 14,20,000 റുപ്യ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതൊരു 14,20,000 റുപ്യക്ക് നമുക്ക് ഇൻഷാല്ലാ ഈ ഒരു വാഹനം നമുക്ക് നമ്പർ ആക്കിയതിനു ശേഷം. അപ്പോൾ വണ്ടികളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ മോട്ടോറിസം നൽകുന്ന കുറച്ച് ഗ്യാരണ്ടികളുണ്ട്. നമ്മൾ NOCയിൽ സെയിൽ ചെയ്യുന്ന വാഹനങ്ങൾ NOC പേപ്പേഴ്സ് നിങ്ങൾക്ക് നമ്മളെ ഗ്യാരണ്ടിയിലാണ് ചെയ്യുന്നത്. മേ ബി എന്തെങ്കിലും പേപ്പേഴ്സിന് വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ റീഫണ്ട് ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ വാഹനം സെല്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് നമ്മളെ ഓൺ വാഹനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ചില ഗ്യാരണ്ടികളുണ്ട്. നമുക്കൊരു 1 വീക്ക് നമ്മൾ ചെക്കിങ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് ടോട്ടൽ ലോസ്, ഫ്ലഡ്, അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷനിൽ എന്തെങ്കിലും ഫോൾട്ട്, ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി റിട്ടേൺ ആക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 1 മന്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ചെക്കിങ് ഗ്യാരണ്ടിയാണ്. മീൻസ് അതിൻ്റെ ഒരു എൻജിൻ മെക്കാനിക്ക്, ഗിയർ ബോക്സ്, എൻജിൻ ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സർവീസ് കോസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് നൽകും. ഈ 2-3 ഗ്യാരണ്ടികൾ നമ്മൾ മോട്ടോറിസം നമ്മൾ ഓൺ വാഹനങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നാസർക്ക ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണം, വീഡിയോയിൽ ഇനിയും ചേഞ്ചുകൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ വാഹനത്തിൻ്റെ കാര്യങ്ങളിൽ വീഡിയോ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുന്ന കുറച്ച് പുതിയ ചാനലാണ്. അൽഹംദുലില്ലാ പെട്ടെന്ന് തന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുമായിട്ട് ബന്ധങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. വരുന്ന ആളുകൾ വീണ്ടും നമുക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു വിശ്വസത ഇൻഷാല്ലാ പൂർണ്ണമായിട്ടും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിയ്യത്ത്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.